കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ജൈനക്ഷേത്രത്തിനും പേരുകേട്ട ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മുന്നിലാണ് രാജ്യത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ധർമ്മസ്ഥല പെൺകൂട്ടക്കുരുതി ഇങ്ങനെ ചർച്ചയുമായി. ധർമ്മസ്ഥലയിലെ നൂറുകണക്കിന് കൊലപാതക പരമ്പരയെക്കുറിച്ച് ഒരു ശുചീകരണ തൊഴിലാളി തങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഓജസി ഗൌഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ രണ്ട് അഭിഭാഷകർ രംഗത്തെത്തിയതോടെയാണ് പുറം ലോകം ഈ കാര്യം അറിഞ്ഞത്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ ഐഡന്റിറ്റി പുറം ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും കഥ ഇതുവരെ ഇങ്ങനെയാണ്. ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച 39 അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങടി താലൂക്കിൽ നേത്രാവതിക്ക് സമീപമായുള്ള ഈ ക്ഷേത്ര നഗരത്തിലെത്താറുണ്ട്. അതാണ് പ്രസിദ്ധമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥലം. ഇവിടെ 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടുവെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നു. ഇതിനുള്ള തെളിവുകളും അയാൾ നൽകുന്നു. ഇതോടെ ഇന്ത്യ നടുങ്ങി. പിന്നാലെ നാട്ടുകാർ ഇളകി. 100 അല്ല 400ഓളം സ്ത്രീകളെയാണ് ഇങ്ങനെ കൊന്നു തള്ളിയതെന്ന വാർത്തയും പുറകെ കേട്ടു.